Gospel according to St. John chapter 17 നമുക്കറിയാം അതിൻ്റെ വൈഡർ കോണ്ടെക്സ്റ്റ്. അതിൻ്റെ 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി നടത്തുന്ന ഒരു വലിയ ഡയലോഗാണ്. അതിൻ്റെ 17ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു പ്രയർ, ഹൈ പ്രീസ്ലി പ്രയർ. കർത്താവ് 13ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ച് പെസഹ ഭക്ഷിക്കാനായിട്ടൊക്കെ ഒരുങ്ങുന്ന അനുഭവമാണ്. തുടർന്ന് 18ാം അധ്യായത്തിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ഏറ്റവും വേദനകൾ നിറഞ്ഞ അനുഭവങ്ങളിലേക്ക് അവൻ പ്രവേശിക്കുന്ന അനുഭവമായി നമുക്ക് കാണാനായിട്ട് സാധിക്കുക. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ഹി വാസ് 100% മാൻ ആൻഡ് 100% ഹി വാസ് ഡിവൈൻ. കർത്താവ് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. പകുതി മനുഷ്യനും പകുതി ദൈവവുമല്ല. കർത്താവ് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. അതാണ് കർത്താവിൻ്റെ സ്വത്വത്തിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് യേശു കർത്താവ് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോകുമ്പോൾ തീർച്ചയായും ജഡപ്രകാരം തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ നിന്ന് വാങ്ങിപ്പോകുന്നതിന് അവൻ്റെ ഹൃദയം തീർച്ചയായും വേദനിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് അവൻ്റെ ഉള്ളം നൊന്ത് കലങ്ങി. നോട്ട് ഓൺലി ദ പെയിൻ ദാറ്റ് ഹി ഹാസ് ടു ടേക്ക്, അതിൽ മാത്രമല്ല മറിച്ച് ജഡപ്രകാരം തൻ്റെ ശിഷ്യന്മാരെ വിട്ടുപിരിയുന്ന അനുഭവത്തിൽ യേശു കർത്താവിൽ ആ നൊമ്പരങ്ങളെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ യേശു കർത്താവ് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യരുത്, കലങ്ങിപ്പോകണ്ട, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് എന്നൊക്കെ അവരെ ഓർപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ മോസ്റ്റ് കംഫർട്ടിംഗ് വേർഡ്സ്, മോസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് വി ക്യാൻ സീ, ആൻഡ് ഹി ഈസ് പ്രിപ്പയറിംഗ് ഹിസ് ഓൺ ഡിസൈപ്പിൾസ് ഹൗ ടു ഫേസ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളത് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഈ അധ്യായങ്ങളിലൂടെ കൃത്യമായി പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമായിട്ട് തീരുകയാണ്. അതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോഴാണ് 17ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, വരുവാനുള്ള വിശ്വാസ സമൂഹത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുന്ന അനുഭവമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് യേശു കർത്താവ് പറയുന്ന ഈ അനുഭവത്തെ നമ്മൾ നോക്കുമ്പോൾ അതിനെ വിളിക്കുന്നത് ഹൈ പ്രീസ്ലി പ്രയർ എന്നാണ് വിളിക്കുന്നത്. യേശു കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന. യേശു കർത്താവ് ഇതാ 17ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു കർത്താവ് ഇതാ പ്രാർത്ഥിക്കുന്നതായി ഹൃദയം നൊന്ത് കലങ്ങുന്ന ആ അനുഭവത്തിൽ അവരെ കാണുകയാണ്. അതുകൊണ്ട് ഇത് കർത്താവിൻ്റെ കുരിശിൻ്റെ ഭാരങ്ങൾ അടങ്ങിയ വാക്കുകളായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു കർത്താവിൻ്റെ യാഗത്തിൽ കുളിർത്ത വാക്കുകൾ അല്ലെങ്കിൽ കുതിർത്ത വാക്കുകളായി നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും. ഞാൻ പറയും, ഈ വാക്യങ്ങളിൽ യേശു കർത്താവിൻ്റെ രക്തത്തിൻ്റെ ഗന്ധം നമുക്ക് മണക്കുവാൻ സാധിക്കും. അവൻ്റെ വേദനയുടെ ആഴം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അവൻ്റെ ഉള്ളിൻ്റെ ആഗ്രഹങ്ങളുടെ നിറവ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. കർത്താവിനെ ഏറെ വേദനയോടും എന്നാൽ അതിനപ്പുറമായി അവൻ്റെ മഹത്വത്തിൻ്റെ അനുഭവങ്ങളിലും യേശു കർത്താവിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2ാം അധ്യായത്തിൽ തൻ്റെ അമ്മയോട് യേശു കർത്താവ് പറയുന്നു, ഇതാ എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ തുടർന്ന് നാം ഈ ഭാഗങ്ങളിലേക്ക് അടുത്തു വരുമ്പോൾ കർത്താവ് പറയുന്നു, ഇതാ നാഴിക വന്നിരിക്കുകയാണ്. മഹത്വപ്പെടാനുള്ള നാഴികയോട് അടുക്കുമ്പോൾ യേശു കർത്താവ് ഹൃദയത്തിൽ ദുഃഖവും എന്നാൽ ദൈവത്തിന് മഹത്വവും കരയേറ്റിക്കൊണ്ട് ഈ പറയുന്ന വാക്കുകളായി നമുക്ക് ഈ വാക്കുകളെ കാണുവാനായിട്ട് സാധ്യമായിട്ട് തീരും. നമ്മുടെ ആരെങ്കിലും പ്രിയപ്പെട്ടവർ അവരുടെ ജീവിതത്തിൻ്റെ അവസാന അനുഭവങ്ങളിൽ പറയുന്ന വാക്കുകൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാക്കുകളായി നമുക്കറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ ആ വാക്യങ്ങളെ കേൾക്കും, അവയെ അനുസരിക്കാനായിട്ട് ഇടയായിട്ട് തീരും. നമ്മൾ മനസ്സിലാക്കണം, ഒരു പിതാവ് ഈ ലോകത്തിൽ നിന്ന് വേർപെടുമ്പോൾ തൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും അദമ്യമായിരിക്കുന്ന ആഗ്രഹമാണ്, ഏറ്റവും ആഴത്തിലുള്ള ആഗ്രഹമാണ് വെളിപ്പെടുത്താനായിട്ടിടയായിട്ട് തീരുന്നത്. അങ്ങനെയെങ്കിൽ ക്രിസ്തു കാൽവറിയിലേക്ക് നടന്നെടുക്കുന്നതിന് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ അടുത്തിരുത്തി. ഒരുത്തൻ അവിടെ ഇല്ല, അവൻ പോയി കഴിഞ്ഞാണ് ഇത് ശിഷ്യന്മാരെ അടുക്കലിരുത്തുന്നത്. കാരണം ഇതാ തന്നെ ചതിക്കുവാൻ, തന്നെ വഞ്ചിക്കുവാൻ, ബിട്രയലിന് വേണ്ടി ജൂദാസ് ഇസ്കരിയോത്ത് പോയി കഴിഞ്ഞു. തൻ്റെ അരുമ ശിഷ്യന്മാരെ അടുക്കൽ ചേർത്ത് വിളിച്ചുകൊണ്ട് അവൻ്റെ ഹൃദയത്തെ തുറന്നു കാണിച്ച് അവൻ പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിലും പിതാവ് എന്നിലും ഒന്നായിരിക്കുന്നത് പോലെ നാം ഒന്നായി തീരണമെന്ന ആഗ്രഹം അവൻ പറയുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തെ നമ്മൾ തിരിച്ചറിയുന്നെങ്കിൽ
യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് ഈ ലോകത്തിൽ സഭയോട് ആവശ്യപ്പെടുന്നത് ഇപ്രകാരമാണ്: ഇതാ ഐക്യത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്നു. ഈ 17-ാം അധ്യായത്തെ നമുക്ക് ഒന്ന് വേർതിരിച്ച് പഠിച്ചാൽ നമുക്കറിയാം. ആദ്യത്തെ 5 വാക്യങ്ങൾ ഹി ഈസ് പ്രേയിങ് ഫോർ ഹിംസെൽഫ്, തനിക്ക് വേണ്ടി തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. 2 നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഹി ഈസ് പ്രേയിങ് ഫോർ ഹിസ് ഫസ്റ്റ് ഡിസൈപ്പിൾസ്, തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ചില ഭാഗങ്ങൾ നമ്മുടെ ഇന്നത്തെ ഈ ധ്യാനത്തിലും ഉണ്ടല്ലോ. 3 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, നോട്ട് ഓൺലി ഫോർ ദ ഡിസൈപ്പിൾ, ഹി ഈസ് പ്രേയിങ് ഫോർ ദ ചർച്ച്, തന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് കൂടി വേണ്ടി യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് കർത്താവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഭൗതികമായ വേർപാട് ഈ ലോകത്തിൽ നിന്നുണ്ടായപ്പോൾ, നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ അണച്ചിട്ടാണ് കർത്താവ് ഈ ലോകത്തിൽ നിന്ന് തൻ്റെ കുരിശിലേക്ക് അടുക്കുന്നത് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടുന്നത് ആവശ്യമാണ്. 2-3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഈ ഭാഗത്തെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1, കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. പല കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ 1 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 23 നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിവാൻ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. So the prayer that Jesus has said towards his Father, he is longing for perfect in oneness, to be perfected in oneness. ഐക്യത്തിൽ ഒന്നാകാനായിട്ട് ഇടയായിത്തീരും. ഐക്യത്തിൻ്റെ മാതൃക നമ്മൾ കാണുന്നത് ദൈവത്തിലാണ്. ദൈവത്തിൽ എന്ന് പറയുമ്പോൾ തൃത്വത്തിലാണ്. In Trinity we see the oneness. ഏറ്റവും ഐക്യത്തിൻ്റെ മാതൃക നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. ഫാദർ ആണോ സൺ? സൺ ആണോ ഹോളി സ്പിരിറ്റ്? ചോദിച്ചാൽ 3 വ്യക്തിത്വങ്ങളാണ്, 3 സ്വത്വങ്ങളാണ്, ആളത്വങ്ങളാണ്, 3 ആളത്വങ്ങളാണ്. എന്നാൽ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമെന്ന ഒരേ അനുഭവത്തിലേക്ക് ഒന്നായിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാരാംശത്തിൽ ഏകം, അല്ലേ? എന്നാൽ ഇവിടെ ഇതാ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ആര് വലുത് ആര് ചെറുത്, ആരാണ് വലുത് ആരാണ് ചെറുത് എന്ന ചോദ്യമില്ല, എല്ലാം ഐക്യത്തിൽ തികഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് ഐക്യത്തിൻ്റെ അനുഭവത്തിൽ വളരാൻ, തികഞ്ഞവരാകാൻ യേശു കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുക. നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരാണ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഞാൻ പറയും, വ്യത്യസ്തരായ മാതാപിതാക്കളുടെ മക്കളായി നമ്മൾ ജനിച്ചവരാണ്. ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, അല്ലേ, ഐഡന്റിറ്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ എടുത്തു നോക്കിയാലും ദേ ആർ യുണീക്ക് ഇൻ ദെയർ നേച്ചർ. സ്വഭാവങ്ങളിൽ വ്യത്യസ്തമുള്ളവരായിരിക്കാം, അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കാം, സ്വഭാവങ്ങൾ വ്യത്യസ്തമായിരിക്കാം, ശീലങ്ങൾ ഒക്കെ വ്യത്യസ്തരായിരിക്കാം. എന്നാൽ ഐക്യത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അനുഭവത്തിൽ ഒന്നായിരുന്നു കൊണ്ട് ദൈവത്തിനു വേണ്ടി നിലകൊള്ളുന്ന, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒന്നായിത്തീരുന്ന അനുഭവമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. എനിക്ക് ഒത്തിരി സന്തോഷം. നിങ്ങളുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ടല്ലോ. ഈ ഇടവകയിൽ ആർക്കെങ്കിലും ഒരു വേദന വന്നാൽ, ഒരു ഭാരം വന്നാൽ, ഒരു പ്രതിസന്ധി വന്നാൽ, ഒരു വേർപാട് വന്നാലൊക്കെ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. പലയിടങ്ങളിലും ഞാൻ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെയെങ്ങും എല്ലായിടത്തും ഒന്നും കാണാനായിട്ട് സാധിച്ചിട്ടില്ല. യൂണിറ്റി ദാറ്റ് യു ആർ ഹാവിങ്, ആ ഒരു ഐക്യത്തിൻ്റെ അനുഭവം നമുക്കുണ്ട്. എന്നാൽ ആ ഐക്യത്തിൻ്റെ അനുഭവം എല്ലായിടങ്ങളിലേക്കും നമുക്ക് വ്യാപിപ്പിക്കാനാകണം. നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് വ്യാപിപ്പിക്കാനാകണം. നമ്മുടെ സംഘടനകളിലേക്ക് നമുക്ക് വ്യാപിപ്പിക്കാനാകണം. നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമുക്ക് വ്യാപിപ്പിക്കാനാകണം. നമ്മുടെ ശീലങ്ങളിലേക്ക് നമുക്ക് വ്യാപിപ്പിക്കാനാകണം. കാരണം മ്യൂച്വൽ റെസ്പെക്ട്, പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശരീരമാകുന്ന സഭയിലേക്ക് ഒന്നായി നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എവിടെയെങ്കിലും ഐക്യതയില്ല എന്ന് നമുക്ക് തോന്നിയാൽ അതിൻ്റെ അർത്ഥം വി ആർ ഇമ്മച്വർ ഇൻ ഡിസൈപ്പിൾഷിപ്പ് എന്നാണ്. നമ്മുടെ ഐക്യത്തിൻ്റെ അനുഭവത്തിൽ നമ്മൾ എന്തുകൊണ്ട് ഇമ്മച്യൂരിറ്റി ഉള്ളവരാണ്, അല്ലേ? എവിടെയോ അപക്വത ഉള്ളവരാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. കമ്മിറ്റികൾ കൂടുമ്പോൾ, ഇടവസംഘങ്ങൾ കൂടുമ്പോൾ നമുക്കൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉള്ള മനുഷ്യരാണ്. എന്നാൽ
അഭിപ്രായങ്ങളെ പറയേണ്ടുന്നത് പോലെ പറയുകയും അവതരിപ്പിക്കേണ്ടതുപോലെ അവതരിപ്പിക്കുകയും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഒരുമിച്ചൊരു തീരുമാനത്തിലൂടെ എത്തുകയും പ്രാർത്ഥിച്ച് അതിൻ്റെ അനുഗ്രഹത്തോടെ പിരിയുകയും ചെയ്യുമ്പോൾ അത് എത്ര അനുഗ്രഹമായിട്ട് മാറാനായിട്ട് സാധ്യമായിട്ട് തീരും. പരസ്പരമുള്ള സ്നേഹത്തിലും കൂട്ടായ്മകളിലുമൊക്കെ അത് കണ്ട് നമ്മൾ വായിച്ചു കേട്ട ഭാഗങ്ങളൊക്കെ പോകണം. സമയത്തിൻ്റെ പരിമിതിയിൽ ഞാൻ പോകുന്നില്ല. തമ്മിൽ പൊറുക്കുവാൻ, ദീർഘമായി ക്ഷമിക്കുവാൻ, കൂട്ടായ്മ കാണിക്കുവാൻ, സഹിഷ്ണുതയിലായിരിക്കുവാൻ ഒക്കെ നമുക്ക് സാധ്യമായി തീരുമ്പോഴാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് അനുഗ്രഹമായിട്ട് മാറാനായിട്ട് സാധിക്കുന്നത്. പരസ്പരം മനസ്സിലാക്കണം. വികാരിയച്ഛനെ ജനങ്ങൾ മനസ്സിലാക്കണം, ജനങ്ങളെ വികാരിയച്ഛൻ മനസ്സിലാക്കണം, ജനങ്ങൾ തമ്മിൽ മനസ്സിലാക്കണം. എവിടെയെങ്കിലും ഐക്യത്തിൽ നമുക്ക് വളരാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു വൈദികൻ പറയുകയാണ് എനിക്ക് നിങ്ങളോട് യോജിച്ചു പോകാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം there is some immaturity in that priest. ആ പുരോഹിതനിൽ അല്പം അപക്വതകൾ ഉണ്ട്. യേശു കർത്താവിൻ്റെ ഐക്യത്തിലേക്ക് വളരുക എന്നതാണ് നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്. ഭവനങ്ങളിലായിരിക്കാം, നമ്മുടെ ജീവിത ഇടങ്ങളിലായിരിക്കാം, നാം പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കാം, ദൈവത്തിൻ്റെ ഐക്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം ഒന്നായി ചേർന്നില്ലെങ്കിൽ ഒരിക്കലും ഈ കർത്താവിനെ ലോകത്തിൽ ഉയർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. 2 പെട്ടെന്ന് പറയാനായിട്ട് സാധിക്കുകയാണ്. The unity of love between us with the divine love is a witness to the people around. നമുക്ക് കർത്താവിലുള്ള നമ്മുടെ സ്നേഹം, ഐക്യത്തിന്റെ അനുഭവം ഇവിടെ പറയുന്നു ലോകം അറിയുന്നതിന് വേണ്ടി ആണ്. പിതാവേ നീ അവിടെ പറയുന്നു സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയുവാൻ. The love between us, within us is a witness to the people around. ചുറ്റുപാടുമുള്ള ആളുകൾക്ക് ഒരു വലിയ സാക്ഷ്യമായിട്ടത് മാറാനായിട്ട് സാധിക്കുക. യേശു കർത്താവിനെ അറിയാതെ ഈ ലോകം പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം we fail in our unity. നമ്മൾ നമ്മുടെ ഐക്യത്തിൽ പലപ്പോഴും മാറിപ്പോകുന്നു എന്നുള്ളതാണ് നമുക്കതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നാം തമ്മിലുള്ള സ്നേഹം ഒരു സാക്ഷ്യമായിട്ട് മാറാനാണ് സാധിക്കും. നമുക്ക് വലിയ സങ്കടമുണ്ടല്ലോ, നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ വിട്ടുവിട്ടു പോകുന്നു എന്നൊക്കെ. ഭാഷയുടെ കാര്യമായിരിക്കാം, മറ്റു കാര്യങ്ങളാം, ലോങ് വർഷിപ്പാവാം, ഒക്കെ കാര്യമാകാം. എന്നാൽ ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൻ്റെ ചില ശീലങ്ങളും സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും തർക്കങ്ങളും ബഹളങ്ങളും ഒക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് ഇതിനുള്ളിൽ നിൽക്കണമെന്ന ആഗ്രഹം ജനിപ്പിക്കുന്നില്ല എന്നുള്ളത് ഒരു കൃത്യതയാണ്, വ്യക്തതയാണെന്നുള്ളത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. ഈവൻ വി കനോട്ട് ബി എ വിറ്റ്നസ് ടു അവർ ഓൺ ജനറേഷൻ. നമ്മുടെ തലമുറകൾക്ക് പോലും നമുക്ക് സാക്ഷ്യമാകാൻ സാധിക്കുന്നില്ല. then how we can be a witness to the people around? ചുറ്റുപാടുമുള്ളവർക്ക് നമ്മൾ എങ്ങനെ സാക്ഷ്യമായിട്ട് മാറാനായിട്ട് സാധ്യമായിട്ട് തീരും? അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഇതാ നാം തമ്മിലുള്ള സ്നേഹം അത് ഈ ലോകത്തിൽ ഒരു സ്നേഹത്തിൻ്റെ അനുഭവമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇനിയും 3-മതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഇത് നമ്മുടെ യൂണിറ്റിയിൽ, ത്രൂ അവർ യൂണിറ്റി we are doing the mission. നമ്മൾ നമ്മുടെ ഐക്യതയിൽ നാം നിർവഹിക്കുന്നത് ദൈവത്തിന് വേണ്ടി ഒരു വലിയ ശുശ്രൂഷ നിർവഹിക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാകാനായിട്ട് ഇടയായി തീരണം. 24-ാമത്തെ വാക്യത്തിന്റെ അവസാനം പറയുന്നു, പിതാവേ നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. കർത്താവിൻ്റെ വലിയ ആഗ്രഹം. എന്തോ ആഗ്രഹം? ഞാൻ ഇരിക്കുന്ന കസേര വേറെ ആരും ഇരിക്കരുതെന്ന എൻ്റെ ആഗ്രഹം. കർത്താവ് പറയുകയാ, നീ ഇരിക്കുന്നിടത്ത് ആരിരിക്കും? ഞാനിരിക്കും. ഞാൻ ഇരിക്കുന്നിടത്ത് ആരിക്കണം? എൻ്റെ ശുശ്രൂഷക്കാരും ഇരിക്കണം. ഇതാ കർത്താവിൻ്റെ വലിയ ആഗ്രഹം, കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ കൊതി അതാണ്. എൻ്റെ ശുശ്രൂഷക്കാർ എന്നോടൊപ്പം ആയിരിക്കണം. ആ ശുശ്രൂഷക്കാർ നമ്മൾ മാത്രമല്ല, ഈ ലോകത്തിലുള്ള എല്ലാവരും അവിടെ അവനോടുകൂടെ ഇരിക്കണമെന്നാണ് യേശു കർത്താവിൻ്റെ ആഗ്രഹം. സോ അവർ മിഷൻ എന്ന് പറയുന്നത് ഈ ഐക്യത്തിൽ ലോകത്തോട് പറയുകയാണ്. എന്താ പറയുക? പിതാവ് കൊതിയോടെ കാത്തിരിക്കുകയാ, സ്നേഹത്തോടെ കാത്തിരിക്കുക. നാം ഈ ദൈവത്തിൻ്റെ ഐക്യത്തിലേക്ക് വളരാനുള്ള ആഗ്രഹത്തോടെ കർത്താവ് കാത്തിരിക്കുന്നു എന്ന് ലോകത്തോട് പറയുവാനായിട്ട് നമുക്ക് ഇടയായി തീരണം. നമ്മളിന്ന് വായിച്ചു കേട്ടു അല്ലേ? പൗലോസിന്റെ പക്ഷക്കാരൻ, അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, കേഫാവിന്റെ പക്ഷക്കാരൻ, ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ. ഈ പക്ഷം പിടിക്കുമ്പോൾ നമ്മൾ വേദനിപ്പിക്കുന്നത് ആരുടെ ഹൃദയത്തെയാ? ഈ കർത്താവിൻ്റെ ഹൃദയത്തെയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പം ഒന്നാകുകൊണ്ട്, നമ്മൾ വായിച്ചാരംഭിച്ചല്ലോ, അപ്പം ഒന്നാകുകൊണ്ട്
പലരായ നാം ഒരു ശരീരമാകുന്നു. ഇടവക മൊത്തം ഒരു ശരീരമാണ്. ഈ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് ഏതെങ്കിലും ഒരു നോവുണ്ടായാൽ അത് ഈ ശരീരത്തെ മുഴുവൻ ബാധിക്കുക. കാരണം ഈ സഭ എന്ന് പറയുന്നത് ഏക ശരീരമായ കർത്താവിനോട് ചേർക്കപ്പെടുകയാണ്. അതുകൊണ്ട് പറയുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൻ്റെ അംശികൾ ആകുന്നുവല്ലോ. ഒരേ അപ്പത്തിൻ്റെ അംശി. ഒരേ അപ്പം എന്നുള്ളത് ഈ ലോകത്തിൽ തന്നെ നുറുക്കി നമുക്ക് വേണ്ടി നൽകിയ ഈ കർത്താവിൻ്റെ ശരീരമാണ് അപ്പം. നമുക്കിപ്പോ അമേരിക്കയിലൊക്കെ നമുക്ക് കിട്ടുന്ന അപ്പം സിംഗിൾ അപ്പമാണ് അല്ലേ? ഇപ്പം കോവിഡൊക്കെ തുടങ്ങിയതിന് ശേഷം നമ്മൾ കൂടുതലും ഇതൊക്കെ തന്നെ ഉപയോഗിക്കുന്നത്. നാട്ടിൽ നമുക്കറിയാം, നമ്മുടെ പള്ളികളിലൊക്കെ മുറിക്കുന്ന അപ്പം ഇങ്ങനെ സിംഗിളായ അപ്പം അല്ല. നമുക്കറിയാം, ഒരു അല്ലേ വലിയ അപ്പമാണ്. വൃത്താകൃതിയിൽ പപ്പടത്തിൻ്റെ കുറച്ചും കൂടെ ചെറിയൊരു ഷേപ്പിലുള്ള ഇല്ലേ ഒരപ്പമാണ് നമ്മൾ മുറിക്കുന്നത്. ആ മുറിക്കുന്ന അപ്പത്തിന് 12 പാർട്ടുകളുണ്ട്. അപ്പോൾ ഒരു അപ്പം മുറിച്ചാൽ 12 എല്ലാ അപ്പത്തിൻ്റെയും മുകളിൽ ഒരു ചെറിയ കുരിശും കൂടെ കാണും. അപ്പോൾ ഇത് 12 മുറിച്ചാണ് എല്ലാവർക്കും നൽകുന്നത്. ഒരുമിച്ച് വന്ന് ഈ തിരുമേശയുടെ അനുഭവത്തിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ അടുത്തു വരികയാണ്. ഒരേ അപ്പത്തിൻ്റെ അംശികളാണ്. നമ്മൾ പറയുന്നു, ഇതാ ഞങ്ങൾ ഒരേ അപ്പത്തിൻ്റെ അംശികളാണ്. കർത്താവ് പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും കൂട്ടുകാരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ, ബാക്കി പറ, കള്ളനാകുന്നു. കർത്താവ് പറയുന്നു, നീ വിശുദ്ധ യാഗപീഠത്തിങ്കിലേക്ക് അടുത്തു വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നിയാൽ നീ നിന്റെ യാഗവസ്തുവിനെ അവിടെ വെച്ചിട്ട് എവിടുന്ന് പോകണം? പോയി നിരപ്പ് പ്രാപിക്കണം. ഇത്ര ശക്തമായിട്ടാണ് വചനം പറയുന്നേ. കാരണം നാം എല്ലാവരും ഒരേ അപ്പത്തിൻ്റെ അംശികൾ ആകുന്നു. എനിക്ക് ക്ഷമിക്കാൻ കഴിയുകയില്ല, എനിക്ക് പൊറുക്കാൻ കഴിയുകയില്ല, എനിക്കിത് മാറ്റിക്കൊടുക്കാൻ കഴിയുകയില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ കർത്താവിൻ്റെ സ്നേഹത്തെ വ്യക്തമായി നമ്മൾ ഗ്രഹിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, വചനം നമ്മോട് പറയുകയാണ്, ഈ ഒരേ അപ്പത്തിൻ്റെ അംശികളാകുന്നു എന്ന് നമ്മോട് പറയുന്നത് ഈ ലോകത്തിൽ നമ്മുടെ കർത്താവിനെ ലോകത്തോട് സാക്ഷിക്കുവാൻ, സുവിശേഷം പറയുവാൻ ഇടയായിട്ട് തീരുന്നതാണ്. ഞാൻ പറയുന്നു, ഈ സെന്റ് പോൾസ് ഇടവക ഐക്യത്തിൽ തികഞ്ഞവരാകുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മുകളിൽ മാത്രം പൊളിച്ചാൽ പറ്റത്തില്ല, പള്ളി തന്നെ പൊളിച്ച് പണിയേണ്ടി വരും. കാരണം എന്നാ പിന്നെ അച്ഛാ അതിന് പോകാതിരിക്കുന്നതാണ് നല്ലതെന്നായിരിക്കും പറയുന്നത് അല്ലേ? കാരണം നമ്മുടെ സ്നേഹത്തിലേക്ക് ലോകം ആകർഷിക്കപ്പെടും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സിനിമാ നടൻ അദ്ദേഹത്തിന്റെ പ്രകൃതി സ്നേഹത്തെക്കുറിച്ചൊക്കെ, വയനാടിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയുണ്ട്, എങ്ങനെയാണ് ചിത്രശലഭങ്ങളെ ആകർഷിക്കാനായിട്ട് സാധിക്കും, ബട്ടർഫ്ലൈസ്. അദ്ദേഹം പറയുന്നു, ചില ചെടികൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ മതി, അറിയാതെ എന്തു ചെയ്തോളും, ബട്ടർഫ്ലൈസ് ഒക്കെ ഇങ്ങനെ വന്നോളും. കാരണം ഒന്നും ചെയ്യണ്ട, ഒന്നും പറയണ്ട, ഒന്നും പ്രസംഗിക്കണ്ട. എന്താ? ഇവിടുന്ന് പുറക്കുന്ന സൗരഭ്യം, ഇവിടുന്ന് പുറക്കുന്നതായ അല്ലേ ആ ഹണി, തേനിന്റെ അനുഭവം, അത് ഈ ജീവജാലങ്ങളെ അതിലേക്ക് ആകർഷിക്കാനിടയായി തീരും എന്ന് നമ്മുടെ ദേവാലയങ്ങൾ ഐക്യത്തിന്റെ അനുഭവത്തിൽ ഈ സ്നേഹത്തിന്റെ ഗന്ധം ലോകത്തിലേക്ക് പ്രസരിപ്പിക്കുന്നെങ്കിൽ ഈ ലോകം നമ്മിലേക്ക് ആകർഷിക്കപ്പെടാനിടയായിട്ട് തീരുകയാണ്. യേശു കർത്താവാകുന്ന തന്നിലേക്ക് ഈ ലോകം അടുത്തു വരുവാനുള്ള കാരണം അവനിതാ ഈ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് തന്നെ നുറുക്കി ഈ ലോകത്തിന് പങ്കുവെച്ചു കൊടുത്തത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ആ സ്നേഹത്തിലേക്ക് കർത്താവ് നമ്മെ ക്ഷണിക്കുക. ആരോടെങ്കിലും പകയോ, ആരോടെങ്കിലും വിദ്വേഷമോ, ആരോടെങ്കിലും പുറത്തു കൊടുക്കാൻ സാധിക്കാതെയോ ഇന്ന് ഈ ദേവാലയത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇരിക്കുന്നിടത്ത് നിന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. കർത്താവെ, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ കുറവുള്ളവരാണ്, ഞങ്ങളാരും തികഞ്ഞവരല്ല. ഞങ്ങളുടെ ബലഹീനതയ്ക്ക് നീ തുണ നിൽക്കണം, ഞങ്ങളുടെ ബലഹീനതയെ നീ ശക്തിപ്പെടുത്തണം, ഞങ്ങളുടെ ആത്മാവിന്റെ ഐക്യത്തിൽ നീ ഒന്നാക്കണം. അസാധ്യങ്ങളിൽ ഞങ്ങൾ കരുതുന്നവയെ സാധ്യമാക്കി തരുന്ന ദൈവകൃപയുടെ വ്യാപാരം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ അറിയാനായിട്ട് സാധിക്കും. ചോദ്യം, നിന്റെ സഹോദരൻ എവിടെ? നീ എവിടെ? പലരായ നമ്മൾ ക്രിസ്തുയേശുവിൽ ഒരു ശരീരമാണ്. ഇവിടെ ആരും വലിയവരില്ല, ഇവിടെ ആരും ചെറിയവരില്ല, ഇവിടെ ആരും വ്യത്യസ്തരില്ല.
നമ്മളെല്ലാവരും നമ്മെ ഒന്നിപ്പിക്കുന്ന യേശു എന്ന ആ വലിയ സ്നേഹത്തിന്റെ ചങ്ങലയിൽ അവന്റെ ആത്മാവിൽ ബന്ധിതരായിരിക്കുന്നത് കൊണ്ട് വി ആർ വൺ ഇൻ ക്രൈസ്റ്റ്. ഈ ലോകത്തോട് ഈ വണ്ണസിനെ പ്രഘോഷിക്കുന്നവരായി തീരാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.